ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം നൽകിയിരിക്കുന്നു. നമുക്കാവശ്യമായ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരികയാണ്. നമ്മുടെ വീടുകളിലേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന ഇടങ്ങളിലേക്ക്, എവിടെ പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ഖ് നൽകുന്നുണ്ട്. ആ റിസ്ഖ് നൽകുന്നതിന് പകരം നമ്മൾ നന്ദിബോധമുള്ള അടിമകളാകണം. നന്ദി കെട്ടവരായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്. മനുഷ്യൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. മാ അക്ഫറഹ്, അവനെ നന്ദി കെട്ടവനാക്കിയ കാര്യം എന്താകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. എന്നിട്ട് മനുഷ്യന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖഹ് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്. മിൻ അയ്യി ശൈഇൻ ഖലഖഹ്, ഏതൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ ഖലഖഹ്, നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ അതിനെ ഒരു അലഖത്താക്കി. അലഖത്ത് പറഞ്ഞാൽ രക്തപിണ്ഡമാക്കി. പിന്നെ അതിനെ മുദ്ഗത്താക്കി. മുദ്ഗത്ത് പറഞ്ഞാൽ മാംസപിണ്ഡമാക്കി. പിന്നെ അതിനെ പൂർണ്ണമായ ഒരു മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിൻ അയ്യി ശൈഇൻ ഖലഖഹ്, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ് സുമ്മ അസ്സബീല യസ്സറഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെ അവന്റെ മാതാവിന്റെ വയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അല്ലാഹു അവനിക്ക് എളുപ്പമാക്കി കൊടുത്തു. സുമ്മ അസ്സബീല യസ്സറഹ് സുമ്മ അമാതഹു ഫഅഖ്ബറഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെ അവനെ അല്ലാഹു മരിപ്പിക്കുകയും അവനെ ഖബറിൽ മറക്കുകയും ചെയ്യുന്നു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, സുമ്മ ഇദാ ശാഅ അൻശറഹ്. പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. മനുഷ്യന്റെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കല്ലാ, നിശ്ചയം, ലമ്മാ യഖ്ദി മാ അമറഹ്, മനുഷ്യൻ അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യം അവൻ വേണ്ടതുപോലെ നിർവഹിക്കുന്നില്ല. അവന് കൃത്യമായിട്ട് അത് പാലിക്കുന്നില്ല. റബ്ബിനോട് ചെയ്തിട്ടുള്ള ആ കരാറ് അവൻ പാലിക്കുന്നില്ല. റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ല. കല്ലാ ലമ്മാ യഖ്ദി മാ അമറഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേട്ടോ, ഫൽയൻദുരിൽ ഇൻസാൻ. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കട്ടെ, നോക്കട്ടെ, പരിഗണനയോടെ അവൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യട്ടെ. ഇലാ ത്വആമിഹ്, അവന്റെ ത്വആമിലേക്ക്, അവന്റെ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അവന്റെ റിസ്ഖിനെ അവനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അവൻ ചിന്തിക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബാ, നാം ആകാശത്തിൽ നിന്ന് അഥവാ മേഘത്തിൽ നിന്ന് വെള്ളം നാം ശക്തമായി മഴവെള്ളം ചൊരിച്ചു കൊടുക്കുകയാണ്. മഴവെള്ളത്തിന് നമ്മൾ ചൊരിക്കുകയാണ്. സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ, പിന്നെ ഭൂമിയെ നമ്മൾ പിളർത്തുന്നു. നമ്മൾ ഭൂമിയെ പിളർത്തുന്നു. ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപജീവനം നൽകാൻ വേണ്ടിയിട്ട് ഭൂമിയെ നമ്മൾ പിളർത്തുന്നു. എന്തിന്? ഈ ചെടികളും മരങ്ങളും ഒക്കെ വളർന്ന് മേൽപോട്ട് വരാൻ വേണ്ടിയിട്ട് ഭൂമിയെ പിളർത്തിക്കൊണ്ട് നാം ആ ചെടികളെയും മരങ്ങളെയും മേൽപോട്ട് കൊണ്ടുവരികയാണ്. സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്തു? ധാന്യത്തിനെ മുളപ്പിച്ചു. ഫഅംബത്നാ ഫീഹാ ഹബ്ബാ, ഭൂമിയിൽ നമ്മൾ ധാന്യങ്ങളെ മുളപ്പിച്ചു. മാത്രമല്ല വഇനബൻ വഖദ്ബാ, മുന്തിരിയെയും പച്ചക്കറികളെയും നമ്മൾ മുളപ്പിച്ചു.
മാത്രമല്ല വസൈതൂനം വനഖ്ല, സൈത്തൂനും നഖ്ലും, ഈത്തപ്പഴവും ഒലീവും ഈത്തപ്പഴവും അവനക്ക് മനുഷ്യന് വേണ്ടി നമ്മൾ മുളപ്പിച്ചു. വഹദായിഖ ഗുൽബ, അല്ലാഹു തആല പറയുന്നു വഹദായിഖ ഗുൽബ, ധാരാളം തോട്ടങ്ങൾ, ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ, പലവിധത്തിലുള്ള തെങ്ങിൻ തോപ്പുകൾ, അതുപോലെ അറബ് നാടുകളിലാണെങ്കിൽ ഈത്തപ്പന തോട്ടങ്ങൾ, മറ്റു സ്ഥലങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള ആപ്പിൾ തോട്ടങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധങ്ങളായ തോട്ടങ്ങളെ നമ്മൾ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു, നമ്മൾ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഫാക്കിഹത്ത്, ഒരുപാട് പഴങ്ങൾ, ഒരുപാട് പഴവർഗ്ഗങ്ങൾ, അതുപോലെ പുല്ലുകളും നമ്മൾ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചിരിക്കുന്നു. എന്തിനാണത് പുല്ലുകൾ മുളപ്പിക്കുന്നത്? ഈ മനുഷ്യരുടെ നാൽക്കാലികളാകുന്ന മൃഗങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ നാൽക്കാലികൾ ഭക്ഷിച്ചുകൊണ്ട് ആ നാൽക്കാലികളെയും ഇവർക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മതാഅൻ ലക്കും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്ക്, നാൽക്കാലികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ടാണ്. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നന്ദി ബോധത്തോടുകൂടി ജീവിക്കണം, നന്ദിയോടെ ജീവിക്കണം. ഇല്ലെങ്കിലോ ഫഇദാ ജാഅത്തിസ് സാഖ, അത് വന്നു കഴിഞ്ഞാൽ, അസ്സാഖ എന്ന് പറഞ്ഞാൽ സൂറിൽ രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന ആ ഊത്ത്, അത് ശക്തമായി ചകിടടപ്പിക്കുന്ന ശക്തമായ പ്രകമ്പനം, അത് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ അവന്റെ സഹോദരനിൽ നിന്ന് ഓടിക്കളയും, സഹോദരനിൽ നിന്ന് ഓടിക്കളയും. പിന്നെയോ വ ഉമ്മിഹി വ അബീഹി, മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഓടിക്കളയും. വസാഹിബതിഹി വ ബനീഹി, ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഓടിക്കളയുന്നതാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി, എന്തേ കാരണം? ഓടിക്കളയാൻ കാരണം എന്ത്? എല്ലാവർക്കും അവരവരുടെ നഫ്സ്, അവരവരുടെ നഫ്സിന്റെ കാര്യത്തിൽ തന്നെ അവർ വലിയ ബേജാറിലാണ്. എല്ലാവർക്കും അവരുടെ കാര്യത്തിൽ തന്നെ എത്രയോ ചിന്തിക്കാൻ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ആരെയും സ്വാധീനിക്കാനോ ആരെയും സഹായിക്കാനോ ആരോടും സഹകരിക്കാനോ നിൽക്കാതെ എല്ലാവരും അവരവരുടെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വുജൂഹു യൗമഇദിൻ മുസ്ഫിറ, അന്നൊരുപാട് മുഖങ്ങൾ നല്ല പ്രകാശം സ്ഫുരിക്കുന്ന നല്ല മുഖമുള്ളവരായിരിക്കും. മാത്രമല്ല ളാഹികതം മുസ്തബ്ശിറ, നല്ല ചിരിക്കുന്ന സന്തോഷം കൊള്ളുന്നതുമായ മുഖമായിരിക്കും. അതുപോലെ വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ, മറ്റു ചില മുഖങ്ങൾ, വേറെ ചില മുഖങ്ങൾ അത് പൊടി പുരണ്ടതായിരിക്കും. തർഹഖുഹാ ഖതറ, അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. അങ്ങനെയുള്ള ബേജാറ് കൊണ്ട്, സങ്കടം കൊണ്ട്, ഈ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ മുഖങ്ങളൊക്കെ ഇരുണ്ടുപോയിരിക്കും. ഉലൈക, ആരാണവർ? ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അവരാണ് ഒരുപാട് നന്ദികേട് പ്രവർത്തിച്ചവരും ഒരുപാട് അധർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമാണവർ. ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകിയപ്പോൾ, ഭക്ഷണം നൽകിയപ്പോൾ അതിനെല്ലാം നന്ദി ബോധമുള്ള അടിമകളാവാതെ, അതിന് ഹംദ് പറയാതെ ആ നന്ദി കെട്ടവരായി ജീവിച്ചതിന്റെ കാരണം കൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വന്നുപോയതെന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് നമ്മൾ നന്ദി ബോധമുള്ളവരാകണം. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ മുഴുവൻ പാപങ്ങളും, കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് വെറുതെ അല്ല. അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നന്ദി ബോധമുള്ളവരാകണം, ധാരാളം നന്മകൾ ചെയ്യണം.
അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസന്ന മുഖമുള്ള ചിരിക്കുന്ന മുഖമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.